ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് വലിയ തോതിൽ വോളറ്റിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രത്യേകത ഇന്നലെ ഉണ്ടായിരുന്നു. അതായത് FIs DIs ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FIs ഇന്ത്യൻ മാർക്കറ്റിൽ 2835 കോടി രൂപയ്ക്ക് മുകളിൽ ബൈ നടത്തിയ, DIs ഒരുമിച്ച് തന്നെ ബൈ നടത്തിയ ഒരു സുദിനമായിരുന്നു ഇന്നലെ നമ്മളെ ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടത്. നമ്മളുടെ മാർക്കറ്റ് ഇന്നലെ സമയത്ത് നമ്മൾ അറിയാം, ഇലക്ഷൻ റിസൾട്ടും അതിൻ്റെ ഇമ്പാക്റ്റുകളെല്ലാം തന്നെ മാർക്കറ്റിൽ ചെറിയ തോതിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ട്രംപിൻ്റെ പ്രൊജക്റ്റ് ഫ്രീഡം എന്ന പേരിൽ ഈ ഹോർമൂസിൽ കുടുങ്ങി കിടക്കുന്ന ഷിപ്പുകളെ, യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ഷിപ്പുകളെ അത് അവരുടെ യാത്ര സുഗമമാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ട്രംപിൻ്റെ പ്രൊജക്റ്റ് ഫ്രീഡം അത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതേസമയം ഇറാൻ US ഷിപ്പിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തി. US അത് ചെറുത്തു നിൽപ്പ് നടത്തി എന്നുള്ളത് ആ ഒരു സംഘർഷ സാധ്യതകൾ കുറച്ചും കൂടി വർദ്ധിപ്പിച്ചു. അതിനുശേഷമാണ് UAEയിലുള്ള ഫുജൈറയിലുള്ള ഓയിൽ പ്ലാന്റ് ആക്രമണം നടത്തി 2 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. ഇപ്പോൾ സീസ് ഫയർ നിലനിൽക്കുമ്പോൾ തന്നെ UAEയിലേക്ക് ഒരു ആക്രമണം നടത്തിയിട്ടുള്ളത്. അത് ഇപ്പോഴത്തെ സാഹചര്യം കുറച്ചൊന്ന് പ്രശ്നത്തിലാക്കിയിട്ടുണ്ട്. അത് കാരണം ഇന്നലെ US മാർക്കറ്റിലെ US വിക്സ് സ്പൈക്ക് ചെയ്യുകയും ക്രൂഡ് ഓയിൽ പ്രൈസ് സ്പൈക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ഇന്ന് കുറേ കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. ഇതിൽ L&Tയുടെ റിസൾട്ട്, മഹീന്ദ്രയുടെ റിസൾട്ട്, ഹീറോ മോട്ടോ കോർപ്പിൻ്റെ റിസൾട്ട്, PNB ബാങ്കിൻ്റെ റിസൾട്ട്, കോഫോർജിൻ്റെ റിസൾട്ട്, അങ്ങനെ ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് എന്നുണ്ട്. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഏറ്റവും ടോപ്പിൽ ഗോൾഡ് 4538, സിൽവർ 73, ബിറ്റ്കോയിൻ 80,000, ബ്രന്റ് ഓയിൽ 113ആയി, നാച്ചുറൽ ഗ്യാസ് 2.8, ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 24,035 അത് ഏകദേശം ഒരു 100 പോയിന്റിന് മുകളിൽ ഡൗൺ ആണ്. എന്നാൽ ഡോ ഫ്യൂച്ചറിനും നാസ്ഡാക്ക് ഫ്യൂച്ചറിനും പ്രശ്നങ്ങളൊന്നുമില്ല. യൂറോപ്യൻ മാർക്കറ്റിൽ കോസ്പി എല്ലാം തന്നെ 5% സ്പൈക്കിലാണ് ഉള്ളത്. എന്നാലോ ഏറ്റവും താഴെ കാണാം US വിക്സ് സ്പൈക്ക് ചെയ്തിരുന്നു 9%. നാസ്ഡാക്കും ഡോയും നെഗറ്റീവിലായിരുന്നു. 3 യൂറോപ്യൻ മാർക്കറ്റും വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. ജർമ്മനും ഫ്രാൻസ് മാർക്കറ്റുകളും എല്ലാം തന്നെ 1.2% മുകളിൽ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളൊക്കെ വരുമ്പോൾ ടാറ്റ ടെക്നോളജി നെറ്റ് പ്രോഫിറ്റ് 8% ഉയർന്ന് 204 കോടി രൂപ കരസ്ഥമാക്കി. പെട്രോനെറ്റ് നെറ്റ് പ്രോഫിറ്റ് 58% ഉയർന്നു. മണപ്പുറം നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ തവണ ഈ തവണ 404 കോടി രൂപയാണ് കരസ്ഥമാക്കിയത്. കഴിഞ്ഞ തവണ 191 കോടി രൂപ ലോസ് ഉണ്ടായ കമ്പനിയായിരുന്നു. ജിൻഡാൽ സ്റ്റീൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 43% ഇയർ ഓൺ ഇയർ ഉയർന്നു. KE ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റ് 26% ഉയർന്നു. ശോഭ റിയാലിറ്റി കമ്പനി നെറ്റ് പ്രോഫിറ്റ് അവർ 41 നിന്ന് 92 കോടി രൂപയിലേക്ക് ഉയർന്നു. LG ബാലകൃഷ്ണൻ കമ്പനി, ശോഭയെല്ലാം തന്നെ ദുബായിലും അവർക്ക് ഒരുപാട് പ്രൊജക്റ്റ് ഉണ്ട് കേട്ടോ. LG ബാലകൃഷ്ണൻ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 17% ഉയർന്നു. വോക്ഹാർഡ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് നെറ്റ് ലോസിലുണ്ടായ കമ്പനി ഇത്തവണ 160 കോടി രൂപ പ്രോഫിറ്റിലായി. ആരതി ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റ് 96 നിന്ന് 137 ഉയർന്നു എന്നുള്ളതാണ് ന്യൂസ്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇറാനിൻ്റെ ഭാഗത്തുനിന്ന് ഈ UAEയിലേക്ക് ഉണ്ടായ ഫുജൈറ ഓയിൽ പ്ലാന്റിലുണ്ടായ ഒരു ആക്രമണം, അതൊരു ഏറെ നാളുകൾക്ക് ശേഷം നടന്ന ഒരു ആക്രമണമാണ്. അത് പ്രകാരം ഇന്നലെ US വിക്സ് റിയാക്ട് ചെയ്തു. ഇന്ത്യൻ വിക്സ് റിയാക്ട് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒന്ന് കോഷ്യസ് ആവുക. വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റ് ഉണ്ടാകാൻ സാധ്യത തീരെയില്ല. കോഴിക്കോട് ഓപ്പണിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇന്ന് തിരക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ രാവിലെ പ്രീ മാർക്കറ്റിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മാർക്കറ്റ് ദിനം. താങ്ക് യു.